അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന പകരച്ചുങ്കത്തിൽ ഇളവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 90 ദിവസത്തേക്ക് ഈ പകരച്ചുങ്കം 10% കുറച്ചതായാണ് ട്രംപ് വ്യക്തമാക്കിയത്. എന്നാൽ ചൈനയെ ഈ ഇളവിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയ അദ്ദേഹം ചൈനയ്ക്ക് മേൽ 125% അധിക പകരച്ചുങ്കം ഏർപ്പെടുത്തുകയും ചെയ്തു. US ചൈനയ്ക്കെതിരെ അധിക പകരച്ചുങ്കം ചുമത്തുന്നത് ഇത് 3ാം തവണയാണ്. ഈ പുതിയ പകരച്ചുങ്കം നടപ്പിലായതോടെ ചൈനയും യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻപ് അമേരിക്ക 104% പകരച്ചുങ്കം ചുമത്തിയതിന് മറുപടിയായി ചൈന 84% പകരച്ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ട്രംപിന്റെ ഈ പകരച്ചുങ്കവും ഇളവ് പ്രഖ്യാപനവും US ഓഹരി വിപണിയിൽ വൻ കുതിപ്പിന് കാരണമായി. ചൈന ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ പകരച്ചുങ്കം 90 ദിവസത്തേക്ക് മരവിപ്പിച്ചത് വിപണിയിൽ ആവേശവും സൃഷ്ടിച്ചിട്ടുണ്ട്. 2008 സാമ്പത്തിക മാന്ദ്യത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒറ്റദിന നേട്ടം US സൂചികകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡൗ ജോൺസ് വ്യവസായിക സൂചിക 2962 പോയിന്റ് അഥവാ 7.87% ഉയർന്ന് ക്ലോസ് ചെയ്തു. ഇത് 2020 മാർച്ചിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിദിന നേട്ടമാണ്. S&P 500 സൂചിക 9.52%, നാസ്ഡാക്ക് 12.16% കുതിച്ചു. ക്രിപ്റ്റോ കറൻസി വിപണിയിലും ഇത് പ്രതിഫലിച്ചു. ബിറ്റ്കോയിൻ 5.4%, XRP, സോളാന തുടങ്ങിയവ 11% വരെയും ഉയർന്നു. വാൾസ്ട്രീറ്റിലെ ഈ നേട്ടം ഏഷ്യൻ വിപണിയിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. വ്യാഴാഴ്ച രാവിലെ ജപ്പാനിലെ നിക്കി സൂചിക 10%-ലധികം ഉയർന്നു. ദക്ഷിണ കൊറിയയിലെ കോസ്പി, കൊസ്താക്ക് സൂചികകൾ 5% വരെ നേട്ടമുണ്ടാക്കി. ഓസ്ട്രേലിയയുടെ ASX 200 സൂചികയും 6% മുന്നേറിയിട്ടുണ്ട്. എന്നാൽ മഹാവീർ ജയന്തി മൂലം ഇന്ത്യൻ ഓഹരി വിപണികൾ അവധിയായതിനാൽ ഈ ആഗോള നേട്ടത്തിന്റെ പ്രതിഫലനം ഇന്ത്യയിൽ വെള്ളിയാഴ്ചയോ അതിനുശേഷമോ മാത്രമേ ദൃശ്യമാകൂ. വരുമാന സീസൺ ആരംഭിക്കുന്നതോടെ ഇന്ത്യൻ വിപണിയിൽ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്നതായി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ട്രംപിന്റെ ഈ നയം ആഗോള സാമ്പത്തിക രംഗത്ത് വലിയ ചലനങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. 75-ലധികം രാജ്യങ്ങൾ US-ഉമായി പകരച്ചുങ്കം സംബന്ധിച്ച് ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചതായാണ് ട്രംപ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത്. എന്നാൽ ചൈനയ്ക്ക് യാതൊരു ഇളവും നൽകാതെ മുൻപ് 104% പകരച്ചുങ്കം 125% ഉയർത്തി. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും മേലുള്ള 25% പകരച്ചുങ്കത്തിലും മാറ്റമില്ല. ഈ നിലപാട് ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നതാണ്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ സാമ്പത്തിക തകർച്ചയിൽ നിന്നും US വിപണി കരകയറുകയാണ്. കഴിഞ്ഞ 4 ദിവസങ്ങളിൽ ഡൗ ജോൺസ് 4500-ലധികം പോയിന്റ് ഇടിഞ്ഞിരുന്നു. ലോകത്തെ പ്രമുഖ ശതകോടീശ്വരന്മാരുടെ ആസ്തിയിൽ ബില്യൺ കണക്കിന് ഡോളറും കമ്പനികളുടെ വിപണി മൂല്യത്തിൽ ട്രില്യൺ ഡോളറും നഷ്ടമായിരുന്നു. ഈ തകർച്ച യൂറോപ്യൻ, ഏഷ്യൻ വിപണികളെയും ഇന്ത്യയിലെ സെൻസെക്സ്, നിഫ്റ്റി സൂചികകളെയും പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ ട്രംപിന്റെ പുതിയ നയപ്രഖ്യാപനത്തോടെ US-ൽ ആപ്പിൾ, എൻവിഡിയ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ 15 മുതൽ 19%, ടെസ്ല 22% കുതിച്ചു. ഈ ആഗോള നേട്ടത്തിന്റെ പ്രതിഫലനം ഏഷ്യൻ വിപണികളിലും തുടർന്നിട്ടുണ്ട്. ജപ്പാന്റെ നിക്കി സൂചിക 8.65%, ദക്ഷിണ കൊറിയയുടെ കോപ്സി 5% ഉയർന്നു. എന്നാൽ ഇന്ത്യയിൽ മുൻദിവസം സെൻസെക്സ് 379.93 പോയിന്റ് ഇടിഞ്ഞ് 73,847-ലും നിഫ്റ്റി 136.70 പോയിന്റ് നഷ്ടത്തിൽ 22,339.15-ലും ക്രോസ് ചെയ്തിരുന്നു. ട്രംപിന്റെ പുതിയ നയം ഇന്ത്യൻ വിപണിയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നത് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഈ സാഹചര്യത്തിൽ US-ന്റെ വ്യാപാര നയങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ ഉറ്റുനോക്കുന്നത്. ചൈനയുമായുള്ള വ്യാപാര യുദ്ധം രൂക്ഷമാകുന്നതിനൊപ്പം മറ്റ് രാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള ട്രംപിന്റെ തന്ത്രം വിപണികൾക്ക് പുതിയ ഊർജം പകരുന്നതായി വിലയിരുത്തപ്പെടുന്നു.
US-ൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഉയർന്ന കസ്റ്റംസ് ഡ്യൂട്ടി ചുമത്തുന്നതിനെ തുടർന്നാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ട്രംപ് ഭരണകൂടം വിമർശിച്ചത്. ഈ നടപടി US സാമ്പത്തിക നയത്തിന് എതിരാണ് എന്നും വിദേശ രാജ്യങ്ങൾ അമേരിക്കൻ വിപണിയിൽ അനുയോജ്യമല്ലാത്ത വിലയിരുത്തൽ നടത്തുകയാണ് എന്നും ആരോപിച്ചാണ് ട്രംപ് പകരം തീരുവ ഏർപ്പാടുകൾ ഒരുക്കിയത്. ഏപ്രിൽ 2-നകം ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തങ്ങളുടെ ഇറക്കുമതി തീരുവ പിൻവലിക്കാതിരുന്നാൽ US ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ചില ഉൽപ്പന്നങ്ങളിൽ അധിക ചുങ്കം ചുമത്തുമെന്ന് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് ഇന്ത്യ ചില US ഉൽപ്പന്നങ്ങളിൽ, ഉദാഹരണത്തിന് ആപ്പിൾ, വാൾനട്ട്, രാസവസ്തുക്കൾ എന്നിവയിൽ പ്രതിഫല ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു. ട്രംപ് തന്റെ പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് മറ്റ് രാജ്യങ്ങൾ അനുവദനീയമായ നിരക്കിൽ US വിപണിയിൽ കടന്നു കയറുന്നു. ഇത് ഞങ്ങളുടെ ഉൽപ്പാദകർക്കും തൊഴിലാളികൾക്കും ദോഷകരമാണ് എന്നായിരുന്നു. അദ്ദേഹത്തെ ഉൾനാടൻ വ്യവസായികൾക്ക് പിന്തുണ നൽകാനും തൊഴിൽ വർദ്ധിപ്പിക്കാനും ഈ നടപടി സഹായിക്കുമെന്നും പറഞ്ഞു. കൂടാതെ US-ന്റെ ദേശീയ കടം കുറയ്ക്കാനും ടാക്സ് നിരക്കുകൾ റീസ്ട്രക്ചർ ചെയ്യാനും ഇത്തരം നടപടികൾ സഹായിക്കുമെന്ന് അദ്ദേഹം വിശദീകരിച്ചു. എന്നാൽ ലോക വ്യാപാര സംഘടന അഥവാ WTO നിയമങ്ങൾക്ക് വിരുദ്ധമായി US ഈ തീരുവ നടപടികൾ കൈക്കൊള്ളുന്നുവെന്ന് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും ആരോപിച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും ബന്ധപ്പെട്ട രാജ്യങ്ങൾ പ്രതികരണ നടപടികൾ എടുക്കാനിടയുണ്ട് എന്നും കരുതപ്പെടുന്നു.